നിങ്ങളുടെ ഇങ്ങനെ വരുമ്പോൾ ഈ സ്ലൈഡിൽ ഏറ്റവും മേലെയായിട്ട് ഇവിടെ മോളുടെ പേരുടെ ഡിസ്ന ജോർജ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തൊരു ആരോ ബട്ടൺ കണ്ട ഡ്രോപ്പ് ഡൗൺ. യെസ്, അതിൽ campuslifeonline.com എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ? ഓക്കെ, ഇനി ന്യൂ പോസ്റ്റ് എടുക്കാം. പ്ലസ് ബട്ടൺ ഞെക്കിക്കോ, താഴെയുള്ള പ്ലസ് ബട്ടൺ ഞെക്കിക്കോളൂ. ഓക്കെ, ഡിസ്ന ഒരു ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താണ്. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യത്തേത് നമ്മൾ ബ്ലോഗ്, അതായത് campuslifeonline.com എന്നുള്ളത് സെലക്ട് ചെയ്യുക ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന്. അതിനുശേഷമാണ് പോസ്റ്റ് ചെയ്യേണ്ട പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കേട്ടോ. ഏറ്റവും താഴെ കണ്ട പ്ലസ് ബട്ടൺ ഒന്ന് ബാക്ക് ഒന്ന് അടിച്ച്, ബാക്ക് അടിക്കാൻ പറ്റും. യെസ്, ഇവിടെ ഏറ്റവും താഴെയായിട്ട് കാണുന്ന പ്ലസ് ബട്ടൺ അതുമേ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതാം. ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ, ക്യാമ്പസ് റിപ്പോർട്ടർ ഡിസ്ന. ഓക്കെ, താഴെ നിങ്ങളുടെ മാറ്റർ എഴുതിക്കോളൂ, അല്ലെങ്കിൽ ഫോട്ടോ വെച്ചതിന് ശേഷം എന്തായാലും കുഴപ്പമില്ല. ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് കാർമൽ എന്നുള്ള സീഡ് അവിടെ അപ്പുറത്ത് കൈസർ വെച്ചിട്ട് യെസ് ഇവിടെ മേലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് യെസ് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ദെൻ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോ സെലക്ട് ആകുമ്പോൾ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കേഴ്സർ വെക്കാം. ഓക്കെ, സെലക്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം മേലുള്ള ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് മേലേക്ക് മാറ്റാനായിട്ട് കാർമൽ കോളർ എന്നുള്ളതും ഫുള്ളും ഒന്ന് കട്ട് ചെയ്യാം, താഴെ കൊണ്ടുപോയി അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വൃത്തിയായി. ഫൈൻ. ഇനി അപ്ലോഡ് ചെയ്യാം. അതിന് മേലെയുള്ള മഞ്ഞ നിറത്തിലുള്ള ആരോ ബട്ടണിനെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് പബ്ലിഷ്ഡ് ആയി. പബ്ലിഷ് എന്ന് ചോദിക്കുന്നു, പബ്ലിഷ് കൺസെപ്റ്റ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ പോസ്റ്റും ഇതിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്യപ്പെട്ട് വന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നിങ്ങൾ നേരെ ക്രോമിലേക്ക് പോയി. ഇപ്പൊ ഇത് പബ്ലിഷിംഗ് കഴിഞ്ഞു നിങ്ങളുടെ. ഇനി ജസ്റ്റ് ക്രോമിലേക്ക് പോയ മേലെ ക്യാമ്പസ് ലൈഫ് ഓൺലൈൻ സെർച്ച് ചെയ്യാം. മറ്റേ വാട്സാപ്പിലെ ലിങ്കിൽ കൂടെ കയറിയാ മതിയാ? ലിങ്ക് വേണമെന്നില്ല, നിങ്ങൾ നേരിട്ട് ക്രോമിൽ കയറിക്കോ, അതായിരിക്കും നല്ലത്. ക്രോം ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ക്രോമിൽ ഇപ്പൊ മേലെ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. മേലെ സെർച്ച് വന്നിട്ടുണ്ടല്ലോ. യെസ്, ഇതിൽ സെർച്ച് ചെയ്താൽ മതി. യെസ്, ഇതിൽ ഹോം എടുത്ത് മേലെ 3 ആരോ ബട്ടൺ കാണുന്നില്ലേ? യെസ്, അതിൽ ഹോം എടുത്താ ഓക്കെ ഫൈൻ. ഇത് നമ്മുടെ സൈറ്റിലേക്ക് പോവാണ്. സൈറ്റിൽ ഓൾറെഡി മോളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ കണ്ടിന്യൂ റീഡിങ് കൊടുത്തേ ഒന്ന് താഴ്ത്തിക്ക് ആക്കിയത് ആഡ് ആയിരിക്കും. മേലെ ഷെയർ ബട്ടൺ കണ്ടോ? ഏറ്റവും മേലെ കണ്ടിന്യൂ റീഡിങ് കൊടുത്തതിന് ശേഷം മേലെ ഷെയർ ബട്ടൺ ഉണ്ടാവും. 3 ആരോ ഒന്ന് മേലേക്ക് ഒന്ന് വലിച്ച്, മേലേക്ക് ഒന്ന് കാണിച്ച്, അല്ല നേരെ ഓപ്പോസിറ്റ് മേൽഭാഗത്തേക്ക് ഒന്ന് പോട്ടെ, ഒന്നുകൂടി മേലത്തേക്ക് പോട്ടെ. യെസ്, ഇവിടെ യെസ് അതിലെ വാട്സപ്പ് എടുക്കുന്നു. വാട്സപ്പിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോളൂ. ശേഷം വേണമെങ്കിൽ ക്യാമ്പസ് ലൈഫിലേക്ക് തന്നെ ഒന്ന് അയച്ചിട്ടോളൂ. ക്യാമ്പസ് ലൈഫിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ. താഴെ കാണുന്നുണ്ടല്ലോ 915 നമ്പർ ആയിട്ടുള്ള ക്യാമ്പസ് ലൈഫിന്റെ വാട്സപ്പ് നമ്പർ. യെസ്, ഇനി സെൻഡ് ചെയ്തോളൂ. യെസ്, ഇത്രയ്ക്കുള്ള കാര്യമുള്ളൂ. അപ്പൊ അതിൽ ക്യാമ്പസ് റിപ്പോർട്ടർ പിന്നെ അതിന്റെ ലിങ്ക് അടക്കം വരും. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ, ഒന്ന് വാട്സപ്പിലേക്ക് ഒന്നും കൂടി പോയേ, ക്യാമ്പസ് ലൈഫിന്റെ വാട്സപ്പിലേക്ക് ഒന്നും കൂടി പോയേ. ഇപ്പൊ എനിക്ക് അയച്ച മെസ്സേജ് മാത്രം ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഷെയർ ബട്ടൺ അമർത്തി ഇതൊന്ന് സെലക്ട് ചെയ്യാമോ? എനിക്ക് അയച്ച മെസ്സേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാമോ? ഓക്കെ, കോപ്പി ചെയ്യും. മേലെ 3 ബട്ടണിനുള്ള ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. കോപ്പി ചെയ്തേ, എന്നിട്ട് ഒന്നും കൂടി ഈ മെസ്സേജ് അയക്കുന്ന സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തേ, എന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തേ, ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി സെൻഡ് ചെയ്യും. ഇപ്പൊ ഓൾറെഡി ഫോട്ടോ അടക്കം വന്നത് കണ്ടോ?
ആ നേരത്തേനേക്കാളും കുറച്ചുകൂടി